നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് പ്രിയപ്പെട്ട ഇടം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം തന്നെ അവർ ഒന്നടങ്കം പറയും UAE തന്നെ. കാരണം UAE എന്ന രാഷ്ട്രം പ്രവാസികളെ അത്രത്തോളം കരുതുന്നു എന്നതിൽ സംശയമില്ല. ഇവിടുത്തെ ഭരണാധികാരികൾ സ്വദേശികൾ എന്ന പോലെ തന്നെ പ്രവാസികളെ നെഞ്ചോട് ചേർക്കുകയാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളാണ് നാം കേട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇന്ത്യയും UAEയും തമ്മിൽ ദൃഢമായ ബന്ധമാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോഴിതാ UAEയിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. അതായത് ഏവരും ഏറെ ജാഗ്രതയോടെ തന്നെ ഈ വാർത്ത കേൾക്കണം. UAEയിൽ 5-ൽ-1 വൃക്കരോഗം പിടിപെടുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 2 വർഷത്തിനിടെ 4 ലക്ഷത്തിലേറെ രോഗികളിൽ നടത്തിയ പഠനത്തിലാണ് വൃക്കരോഗം അപകടകരമായ നിലയിലേക്ക് ഉയർന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അബുദാബി ആരോഗ്യ സേവന വിഭാഗമായ സേഹ 2019 ഡിസംബർ മുതൽ 2021 ഡിസംബർ വരെ നടത്തിയ രക്തപരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. പരിശോധിച്ച 19.1% പേരുടെ വൃക്കരോഗം 2ാം സ്റ്റേജിലേക്ക് കടന്നിട്ടുമുണ്ട്. 2.8% ആളുകൾ 3ാം സ്റ്റേജിലും 0.5% പേർ 4ാം സ്റ്റേജിലും 0.4% പേർ 5ാം സ്റ്റേജിലുമാണെന്നത് വൃക്കരോഗ വ്യാപനത്തിന്റെ ഉയർന്ന തോത് ചൂണ്ടിക്കാണിക്കുന്നു. അവസാന ഘട്ടത്തിലെത്തിയ വൃക്കരോഗികൾ അർബുദത്തെക്കാൾ മോശമായ അവസ്ഥയിലാണെന്നും ഇക്കാര്യം മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നും സേഹയിലെ കിഡ്നി കെയർ ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ സ്റ്റീഫൻ ഹോൾട്ട് വ്യക്തമാക്കി. കൂടാതെ യഥാസമയം ചികിത്സ തേടിയില്ലെങ്കിൽ കാലക്രമേണ വൃക്കരോഗം കൂടുതൽ വഷളാകുമെന്നും സൂചിപ്പിക്കുകയുണ്ടായി. 1 മുതൽ 3 വരെയുള്ള ആദ്യഘട്ടങ്ങളിൽ വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെങ്കിലും അവയ്ക്ക് രക്തത്തിൽ നിന്ന് മാലിന്യങ്ങൾ വേർതിരിക്കാനും സാധിക്കും. 4 മുതൽ 5 വരെയുള്ള അവസാന ഘട്ടങ്ങളിൽ വൃക്കകൾ അതികഠിനമായി പ്രവർത്തിച്ചാലേ രക്തം ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ വൃക്കയുടെ കഠിന ജോലി മൂലം പ്രവർത്തനം പൂർണ്ണമായും നിലച്ചേക്കുമെന്നും പ്രൊഫസർ സ്റ്റീഫൻ ഹോൾട്ട് വ്യക്തമാക്കി. അങ്ങനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് UAEയിൽ വൃക്കരോഗ നിരക്ക് കൂടുതലാണെന്നും ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. അമിത ഭക്ഷണം കഴിക്കുന്നത്, വ്യായാമമില്ലാത്തത് മൂലം പ്രമേഹവും രക്തസമ്മർദ്ദവും കൂടി വരുന്നതുമെല്ലാം വൃക്കരോഗത്തിലേക്ക് നയിക്കുന്നതായി ഡോക്ടർമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കാർബോഹൈഡ്രേറ്റും ഉപ്പ് നിറഞ്ഞ ഭക്ഷണം പ്രമേഹവും രക്തസമ്മർദ്ദവും പൊണ്ണത്തടിയും ഉണ്ടാക്കും. ഇത് വൃക്കയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നും പറയുന്നുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കൽ വൃക്കയുടെ പ്രവർത്തനം പരിശോധിക്കണം. പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ളവർ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ബ്രൂഫിൻ പോലുള്ള വേദന സംഹാരിയുടെ അമിത ഉപയോഗം വൃക്കയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇവ കഴിക്കരുത്. വിവിധ രോഗങ്ങൾക്കായി എഴുതി തരുന്ന മരുന്നുകൾ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന കാര്യം ഡോക്ടറോടോ ഫാർമസിസ്റ്റിനോടോ ചോദിച്ച് മനസ്സിലാക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതിനാൽ തന്നെ പ്രവാസികൾ ഇത് അതീവ ജാഗ്രതയോടെ തന്നെ കേൾക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.